നമസ്കാരം. ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ലഹരിക്കെതിരെ കേരളം വലിയ യുദ്ധത്തിലെന്ന് മന്ത്രി എം.പി. രാജേഷ്. എക്സൈസും പോലീസും പ്രവർത്തിക്കുന്നത് യുദ്ധസന്നാഹത്തോടെ. ആവശ്യമെങ്കിൽ സിനിമാ സെറ്റുകളിൽ പരിശോധന നടത്തും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ലെന്ന വിൻസി അലോഷ്യസിന്റെ തീരുമാനം ധീരമാണെന്നും ചലച്ചിത്ര മേഖലയിൽ എല്ലാവരും ഈ നിലപാട് സ്വീകരിക്കണമെന്നും മന്ത്രി. പിന്നോക്ക വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം.എൽ.എ. മനുസ്മൃതിയെ ഭരണഘടനയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ആസൂത്രിത ശ്രമമെന്നും ആരോപണം. സനാതനം ധർമ്മമോ അധർമ്മമോ എന്ന വിഷയത്തിൽ പട്ടാമ്പിയിൽ PKS ജില്ലാ സെമിനാർ. സ്വാമി വിവേകാനന്ദന്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് ചരിത്ര ഗവേഷകൻ ഡോക്ടർ T.S. ശ്യാംകുമാർ. ഹിന്ദു ദേശീയതയുടെ വക്താവും ഉപഭോക്താവുമാണ് വിവേകാനന്ദനെന്നും ഡോക്ടർ ശ്യാംകുമാർ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ദേശീയതയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ ഒറ്റപ്പാലത്ത് സെമിനാർ. പരിഷത്ത് സമ്മേളനം അടുത്ത മാസം ധോണി. ഉയിർപ്പിന്റെ പ്രത്യാശയുമായി ഈസ്റ്റർ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിപുലമായ ഉയിർപ്പു തിരുനാൾ ചടങ്ങുകൾ. ഈസ്റ്റർ ദിനത്തിൽ തൃശൂരിൽ പള്ളികൾ സന്ദർശിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അടിതെറ്റി വീണാലും നിനക്ക് ഉയിർപ്പുണ്ടെന്നതിന്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് സുരേഷ് ഗോപി. വാർത്തകൾ വിശദമായി. ലഹരിക്കെതിരെ കേരളം വലിയ യുദ്ധത്തിലാണെന്ന് മന്ത്രി എം.പി. രാജേഷ്. ആവശ്യമെങ്കിൽ സിനിമാ സെറ്റുകളിൽ പരിശോധന നടത്തും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ലെന്ന വിൻസി അലോഷ്യസിന്റെ തീരുമാനം ധീരമാണെന്നും അവരെ നേരിട്ട് അഭിനന്ദിച്ചതായും എം.പി. രാജേഷ് പാലക്കാട്ട് പറഞ്ഞു. ലഹരിക്കെതിരെ കേരളത്തിൽ പോലീസും എക്സൈസും യുദ്ധസന്നാഹത്തോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി എം.പി. രാജേഷ് പറഞ്ഞു. ചലച്ചിത്ര മേഖല ഉൾപ്പെടെ ഒരു മേഖലയ്ക്കും ഇക്കാര്യത്തിൽ പ്രത്യേക പരിഗണനയുണ്ടാകില്ല. കേരളത്തെ ലഹരിയിൽ നിന്ന് പൂർണ്ണമായും മോചിപ്പിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം. ആവശ്യമെങ്കിൽ സിനിമാ സെറ്റുകളിൽ ഉൾപ്പെടെ പരിശോധന നടത്തും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ലെന്ന ധീരമായ നിലപാടാണ് വിൻസി അലോഷ്യസ് സ്വീകരിച്ചത്. ഇക്കാര്യത്തിൽ അവരെ താൻ നേരിട്ട് അഭിനന്ദിച്ചതായും മന്ത്രി പറഞ്ഞു. ഇതേ നിലപാട് സ്വീകരിക്കാൻ ചലച്ചിത്ര മേഖലയിലെ എല്ലാവരും മുന്നോട്ട് വരണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ലഹരിക്കെതിരായി സംസ്ഥാനം ഒരു യുദ്ധത്തിലാണ്. പോലീസും എക്സൈസും യുദ്ധസന്നാഹത്തോടുകൂടി തന്നെയാണ് ലഹരിയെ നേരിടുന്നതും അടിച്ചമർത്തുന്നത്. അതിലേതെങ്കിലും ഒരു മേഖലയ്ക്ക് പ്രത്യേക പരിഗണനയോ ഇളവോ ഇല്ല എന്ന കാര്യം പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അത് ആവർത്തിച്ച് വ്യക്തമാക്കുകയാണ്. ലഹരിയിൽ നിന്ന് പൂർണ്ണമായും നാടിനെ മോചിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം. അത് സിനിമാ മേഖലയെന്നോ അല്ലെങ്കിൽ മറ്റൊരു മേഖലയെന്നോ ഉള്ള പരിഗണനയില്ല. സെലിബ്രിറ്റി എന്നോ അല്ലാത്തവരെന്നോ ഉള്ള പരിഗണനയും കാണുന്നു. ഇതിനൊരു സാമൂഹിക വിപത്തായിട്ടാണ് കാണുന്നത്. സാമൂഹിക വിപത്തിനെ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ കർക്കശമായി കൈകാര്യം. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ച അത് തന്നെയാണ് നിലപാട്. ഒപ്പം സമൂഹത്തെ ആകെ അണിനിരത്തുകയും. ഈ സിനിമാ സെറ്റുകളിലൊക്കെ പരിശോധന കർശനമാക്കുമോ? എങ്ങനെയാണ്? എവിടെയെല്ലാം പരിശോധന ആവശ്യമുണ്ട് അവിടെയൊക്കെ പരിശോധന നടത്തും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പിന്നോക്ക വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നയങ്ങളാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ സ്വീകരിക്കുന്നതെന്ന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം.എൽ.എ. പട്ടാമ്പിയിൽ പട്ടികജാതി ക്ഷേമസമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സനാതനം ധർമ്മമോ അധർമ്മമോ എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ജില്ലാതല സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം.എൽ.എ. ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ പ്രതിഷ്ഠിക്കാനാണ് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമമെന്നും എം.എൽ.എ. ആരോപിച്ചു. ദളിത് പിന്നോക്ക വിഭാഗങ്ങളെ മനുഷ്യരായി കാണാൻ പോലും കേന്ദ്ര സർക്കാർ തയ്യാറാകുന്നില്ലെന്നും തുറന്ന് സംസാരിക്കവേ അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി എം.എൽ.എ. പറഞ്ഞു. ഭരണഘടനാനുസൃതമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിന് പകരം ഭരണകൂടം അമിതാധികാരത്തിന്റെ പ്രയോഗത്താൽ ഭരണഘടനയ്ക്ക് പകരം വെക്കാൻ ശ്രമിക്കുന്ന മനുസ്മൃതിയും ചാതുർവർണ്ണ വ്യവസ്ഥിതിയും ഈ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നവരാണ് ഭരണകൂടമെന്ന് നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ആ നിലയിൽ മുന്നോട്ട് പോയാൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭരണഘടനാ പിന്തുണ പൂർണ്ണമായും ഇല്ലാതാകുന്ന ഒരു അവസരത്തിലേക്കാണ് ഇന്ത്യ രാജ്യത്തിലെ പൊതുസമൂഹത്തിലേക്ക്
ഭരണകൂടം അവരുടെ നയങ്ങളാൽ ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പട്ടികജാതി ക്ഷേമ സമിതി പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് മേലെ പട്ടാമ്പിയിലെ കൽപ്പക സ്ട്രീറ്റിൽ സനാതനം ധർമ്മമോ അധർമ്മമോ എന്ന വിഷയത്തിൽ ജില്ലാതല സെമിനാർ സംഘടിപ്പിച്ചത്. എഴുത്തുകാരൻ ശ്രീചിത്രൻ സെമിനാറിൽ വിഷയാവതരണം നടത്തി. PKS ജില്ലാ പ്രസിഡന്റ് TP കുഞ്ഞുണ്ണി സെമിനാറിൽ അധ്യക്ഷനായി. PKS ജില്ലാ സെക്രട്ടറി V പൊന്നുകുട്ടൻ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ PP സുമോദ് MLA, K രാജൻ, V ഉഷ, CPM പട്ടാമ്പി ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ, PKS ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KP ശ്രീനിവാസൻ, ഏരിയ സെക്രട്ടറി P ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. സ്വാമി വിവേകാനന്ദൻ്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കണമെന്ന് ഡോക്ടർ TS ശ്യാംകുമാർ. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 62ാം സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ദേശീയതയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ ഒറ്റപ്പാലത്ത് നടത്തിയ സെമിനാറിൽ വിഷയാവതരണം നടത്തുകയായിരുന്നു ഡോക്ടർ TS ശ്യാംകുമാർ. കേരളീയർക്ക് വിവേകാനന്ദൻ 916 ആണ്. എന്നാൽ ജാതി നല്ലതാണെന്ന പുസ്തകത്തിൽ എഴുതിയ ആളാണ് വിവേകാനന്ദൻ. നിങ്ങൾ എവിടെ ചെന്നാലും ജാതി ഉണ്ടാവണം. ഒരു മനുഷ്യൻ ഹിന്ദുമതത്തിൽ നിന്ന് പോകുമ്പോൾ എണ്ണത്തിൽ ഒരു കുറവും ശത്രുവിന് ഒരു എണ്ണം കൂടുകയും ചെയ്യുമെന്ന് പറഞ്ഞ ആളുമാണ്. ഹിന്ദു ദേശീയതയുടെ വക്താവും ഉപഭോക്താവുമാണ് വിവേകാനന്ദനെന്ന് സംസ്കൃത ഭാഷാ പണ്ഡിതനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ TS ശ്യാംകുമാർ അഭിപ്രായപ്പെട്ടു. പൗരാണികമായ ഒരു ദേശീയതയെ ഇന്ത്യയുടെ ദേശീയതയാണ് എന്ന് സ്ഥാപിച്ചുറപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. എന്താണ് ഈ പൗരാണികമായ ദേശീയത? പൗരാണികമായ ദേശീയത ബ്രാഹ്മണ്യ ദേശീയതയാണ്, ചാതുർവർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദേശീയതയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പൗരാണികമായ ബ്രാഹ്മണികമായ ദേശീയതയെ എല്ലാവരെ കൊണ്ടും അംഗീകരിപ്പിച്ച് ആ ദേശീയതയാണ് യാഥാർത്ഥ്യമെന്ന് ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമമാണ് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വളരെ ശക്തമായി നടന്നു വരുന്നത്. ഒറ്റപ്പാലം ഗോപികാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാർ K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നേട്ടങ്ങളെയും ശാസ്ത്രീയമായ മനോഭാവത്തെയും പ്രചരിപ്പിക്കുന്നതിന് പകരം രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ഭരണാധികാരികൾ തന്നെ അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും കപട ദേശീയതയുടെയും പുറകിൽ പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശയങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ വളരെ വേഗതയിൽ മേൽക്കൈ ലഭിക്കുന്ന അഥവാ സ്വീകാര്യത ലഭിക്കുന്ന ഒരു തലം ഉണ്ടാക്കിയെടുക്കുകയാണ്. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവി അധ്യക്ഷയായി. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സെക്രട്ടറി P അരവിന്ദാക്ഷൻ, വൈസ് പ്രസിഡന്റ് ഡോക്ടർ PU മൈത്രി, ജോജി കൂട്ടുമേൽ, ജില്ലാ പ്രസിഡന്റ് KS നാരായണൻകുട്ടി, സെക്രട്ടറി M സുനിൽകുമാർ, ഒറ്റപ്പാലം മേഖലാ പ്രസിഡന്റ് MP ഗോവിന്ദരാജ്, സ്വാഗത സംഘം കൺവീനർ KK മണികണ്ഠൻ, P പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. മെയ് 9, 10, 11 തീയതികളിൽ പാലക്കാട് ധോണി ലീഡ് കോളേജിലാണ് പരിഷത്ത് സംസ്ഥാന സമ്മേളനം നടക്കുക. ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം. ഷൊർണൂർ പ്രഭാതം കലാസാംസ്കാരിക വേദി 21ാം വാർഷികാഘോഷം തുടങ്ങി. ശനിയാഴ്ച വൈകുന്നേരം KVR സ്കൂൾ ഗ്രൗണ്ടിലായിരുന്നു പരിപാടികൾ. ഡോക്ടർ CM നീലകണ്ഠൻ 21ാം വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. പ്രഭാതം പ്രസിഡന്റ് MR മുരളി അധ്യക്ഷത വഹിച്ചു. ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ്, ഡോക്ടർ KS മേനോൻ, ഡോക്ടർ വാസുദേവ വൈദ്യർ, പ്രഭാതം സെക്രട്ടറി MP രതീഷ്, M മുരളി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കലാമണ്ഡലം രാജൻ അരവിന്ദ് സംഘം അവതരിപ്പിച്ച മിഴാവിൽ പഞ്ചാരിമേളം അരങ്ങേറി. പ്രശസ്ത അഭിനേത്രിയും നർത്തകിയുമായ ലക്ഷ്മി ഗോപാലസ്വാമിയും സംഘവും അവതരിപ്പിച്ച വിവിധ നൃത്തനൃത്യങ്ങളുമുണ്ടായി. Simha
25 വൈകുന്നേരം 7 മണിക്ക് രൂപ രേവതിയും സംഘവും മ്യൂസിക്കൽ ഫ്യൂഷൻ അവതരിപ്പിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. CPI മങ്കര ലോക്കൽ സമ്മേളനം മാങ്കുറിശ്ശിയിൽ സംഘടിപ്പിച്ചു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതത് കാലങ്ങളിൽ ഈ രാജ്യം ആവശ്യപ്പെടുന്ന അല്ലെങ്കിൽ ഈ രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വളരെ ഗഹനമായ ചർച്ചകൾ നടത്തുകയും ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം നിർദ്ദേശിക്കുന്ന ഒരു പ്രക്രിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസുകളിൽ നടക്കാറുണ്ട്. ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരിച്ച കാലത്തെക്കുറിച്ചെല്ലാം തന്നെ നമുക്കറിയാവുന്ന കാര്യമാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമ്പാദന പോരാട്ടം കൊടുമ്പിരിക്കൊണ്ടുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ EP രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം കെ വേലു, മണ്ഡലം സെക്രട്ടറി മുരളി താരക്കാട്, കെ ബാബു എന്നിവർ സംസാരിച്ചു. MS വേലായുധൻ സ്വാഗതവും സുഭാഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പുള്ളി ഫെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. നഗരസഭാ മുൻ ചെയർമാൻ MR മുരളി ഉദ്ഘാടനം ചെയ്തു. കുളപ്പുള്ളി ഫെസ്റ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൽ ഷഹാമ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് കുളപ്പുള്ളി KMIC ഓഡിറ്റോറിയത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചത്. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു ക്യാമ്പ്. ഷൊർണൂർ നഗരസഭാ മുൻ ചെയർമാൻ MR മുരളി ഉദ്ഘാടനം ചെയ്തു. ഉത്സവങ്ങൾ സ്നേഹം പങ്കിടലിൻ്റെ, സൗഹൃദം പങ്കിടലിൻ്റെ, ഒരുമയുടെ എല്ലാം സന്ദേശം പരത്തുന്നതാണ്. ഇന്ന് ഈസ്റ്റർ ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളും അല്ലാത്തവരും ഈസ്റ്റർ ആഘോഷിക്കും. ആ ഈസ്റ്ററും ഒരുമയുടെ സന്ദേശമാണ്. എല്ലാ ഉത്സവങ്ങളും അങ്ങനെയാവട്ടെ. കുളപ്പുള്ളി ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ടും നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത് എല്ലാവരുടെയും ഐക്യം, സൗഹൃദം, കൂട്ടായ്മ, അങ്ങനെ ഒരു ആഘോഷം. ആ ആഘോഷം കഴിയുമ്പോൾ തികഞ്ഞ സന്തോഷവും സംതൃപ്തിയും ആണ് ഉണ്ടാകുന്നത്. ഫെസ്റ്റ് സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി KP പ്രസാദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TK ആഷിഖ് സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ TK ബഷീർ, സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് MC ജലാൽ, P മുസ്തഫ, ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ സേതുമാധവൻ എന്നിവർ സംസാരിച്ചു. നമ്മുടെ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ കുളപ്പുള്ളിയെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, യുവജനതയെ സംബന്ധിച്ചിടത്തോളം, ഇവിടുത്തെ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാം ഒരു നല്ല കാര്യമാണ്. കാരണം നമുക്കൊരു പുനരുജ്ജീവനം ഉണ്ടാവും, ശരിയാണ്. പക്ഷെ അതിൻ്റെ എല്ലാറ്റിനും ഒരു ഗുണകരമായ കാര്യങ്ങളുണ്ടാകുമ്പോഴും ദോഷകരമായ കാര്യങ്ങളും അതിൽ ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗം എന്നുള്ളത് പോലീസ്. ഫെസ്റ്റ് ഭാരവാഹികളായ MC സമദ്, സലീം, സണ്ണി, മണിക്കുട്ടൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മെയ് 3, 4 തീയതികളിലാണ് കുളപ്പുള്ളി ഫെസ്റ്റ് നടക്കുക. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിർമ്മാണ തൊഴിലാളി യൂണിയൻ CITU ഓങ്ങല്ലൂർ പഞ്ചായത്ത് സമ്മേളനം ഓങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ ചേർന്നു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം പഴനി ഉദ്ഘാടനം ചെയ്തു. ശേഷം പെൻഷനായിട്ടുള്ള സഖാക്കൾക്ക് 600 രൂപ കിട്ടുന്നു. നമ്മുടെ കൃത്യമായ പെൻഷൻ 1600 രൂപ കൃത്യമായി കിട്ടുന്നുണ്ട്. ബാക്കി പെൻഷൻ 600 കിട്ടുന്നുള്ളൂ. അപ്പോൾ ചിലവർ പറയണേ പെൻഷൻ ഇപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പെൻഷൻ വീട്ടിൽ കൊണ്ട് തരുന്നുണ്ടല്ലോ, ഈ പെൻഷൻ വരുന്നില്ലല്ലോ, എന്താ പെൻഷൻ വരാൻ? അപ്പോൾ നിർമ്മാണ തൊഴിലാളിയുടെ പെൻഷൻ വേണ്ട, ഞങ്ങൾക്ക് പഞ്ചായത്തിൻ്റെ പെൻഷൻ മതി പറഞ്ഞു. ഇത് എപ്പോഴും കിട്ടിക്കൊള്ളണമെന്നില്ല. PP വിജയൻ അധ്യക്ഷത വഹിച്ചു. K ഗോവിന്ദൻകുട്ടി റിപ്പോർട്ട് അവതരിപ്പിച്ചു. VP രാമൻ, M രാമചന്ദ്രൻ, വിജയൻ, TV ഗിരീഷ്, ജയചന്ദ്രൻ, MR ജയശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. ചർച്ച, മറുപടി, പുതിയ കമ്മിറ്റി ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് എന്നിവ നടന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പ്രത്യാശയുടെ ഉയിർപ്പ് അനുസ്മരിച്ച് ഇന്ന് ഈസ്റ്റർ. കുരിശിൽ മരിച്ച യേശു മരണത്തെ കീഴടക്കി ഉയർത്തെഴുന്നേറ്റതിൻ്റെ സ്മരണയിൽ 50 ദിവസത്തെ നോമ്പാചരണത്തിന് ഒടുവിലാണ് ക്രൈസ്തവർ പ്രത്യാശയുടെ ഉയിർപ്പു തിരുനാൾ ആഘോഷിക്കുന്നത്.
ദേവാലയങ്ങളിൽ രാത്രി ഉയിർപ്പ് ശുശ്രൂഷകൾ നടന്നു. ശനിയാഴ്ച വൈകിട്ട് മുതൽ പല ദേവാലയങ്ങളിലും ഈസ്റ്റർ കുർബാനകളും ആഘോഷങ്ങളും ആരംഭിച്ചിരുന്നു. മരണം ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും നിത്യജീവിതത്തിലേക്കുള്ള കവാടമാണെന്നുമുള്ള ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈസ്റ്റർ. ഈസ്റ്റർ ദിനത്തിൽ തൃശ്ശൂരിൽ പള്ളികൾ സന്ദർശിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. തൃശ്ശൂർ അതിരൂപത ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപി ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തിനെയും സന്ദർശിച്ചു. തൃശ്ശൂരിലെ പുത്തൻപള്ളി, ഒല്ലൂർ പള്ളി എന്നിവിടങ്ങളിലാണ് സുരേഷ് ഗോപി സന്ദർശനം നടത്തിയത്. ഇതിനുശേഷം തൃശ്ശൂർ അതിരൂപത ആസ്ഥാനത്തെത്തിയ സുരേഷ് ഗോപിയെ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് സ്വീകരിച്ചു. ഇരുവരും പരസ്പരം മധുരം കൈമാറി. സുരേഷ് ഗോപിയുടെ സന്ദർശനത്തിൽ സന്തോഷമുണ്ടെന്നും എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നതായും മാർ ആൻഡ്രൂസ് താഴത്ത് പറഞ്ഞു. ഈസ്റ്റർ നൽകുന്നത് പ്രത്യേകിച്ച് ഈസ്റ്ററിൻ്റെ സന്ദേശം തന്നെ സമാധാനത്തിൻ്റേതാണ്. ഉയർത്തെഴുന്നേറ്റ ഈശോ ആദ്യമായി പറഞ്ഞത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. ഞങ്ങളുടെ കുർബാനയിൽ നിങ്ങൾക്ക് സമാധാനം എന്ന് പല പ്രാവശ്യം ആവർത്തിക്കുന്നുണ്ട്. സമാധാനം എന്ന അതിൻ്റെ ആരാധനാക്രമത്തിൻ്റെ വാക്കിന് തന്നെ അർത്ഥം തന്നെ ഈശോ എന്നാണ്. പിന്നെ 2020 പ്രത്യാശയുടെ തീർത്ഥാടകരാകാനുള്ള ജൂബിലി വർഷമാണ്. അതുകൊണ്ട് ഈസ്റ്റർ പ്രത്യാശയുടെ തിരുനാളാണ്, സമാധാനത്തിൻ്റെ തിരുനാളാണ്, പുതുജീവൻ്റെ തിരുനാളാണ്, പ്രകാശത്തിൻ്റെ തിരുനാളാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം അത് തിരുനാളുകളുടെ തിരുനാളാണ്. ഈ അവസരത്തിൽ സുരേഷ് ഗോപി ഈ ഭവനത്തിൽ വരാനും ഈസ്റ്റർ ആശംസകൾ നൽകാനും വന്നതിൽ വലിയ സന്തോഷമുണ്ട്. നിങ്ങൾ ഇപ്പോൾ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത്, പ്രത്യേകിച്ച് ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പേരിൽ പോലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ആശംസകൾ നേരുകയാണ്. അടിതെറ്റി വീണാലും നിനക്ക് ഉയിർപ്പുണ്ട് എന്നതിൻ്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. പ്രതീക്ഷകളില്ലെങ്കിൽ ജീവിതമില്ല. പ്രതീക്ഷയിലൂടെയാണ് ഓരോ കുടുംബവും സംസ്ഥാനവും രാജ്യവും മുന്നോട്ടു പോകുന്നത്. ആ പ്രതീക്ഷയാണ് ഈസ്റ്റർ നൽകുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു. പ്രത്യാശ, പ്രതീക്ഷ ഇതൊന്നും നമ്മളെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല. വീഴ്ചയിലേക്കോ അല്ലെങ്കിൽ ചവിട്ടി താഴ്ത്തപ്പെടുമ്പോഴും അപ്പോഴും പറയും, അവനെ വാരി പുണരുക, അവനവൻ്റെ പടയാളികൾ നിനക്ക് വിട്ടുതരും. അപ്പോൾ പ്രതീക്ഷ എന്ന് പറയുന്നത് ഇല്ലെങ്കിൽ ജീവിതമില്ല. ഓരോ ദിവസവും നമ്മൾ അടുത്ത ദിവസം ഉണരും എന്ന് പറഞ്ഞാണ് ഉറങ്ങുന്നത്. ആ പ്രതീക്ഷയിൽ നിന്ന് തുടങ്ങിയുള്ള പ്രതീക്ഷകൾ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യമായാലും ഭാവി തലമുറകളുടെ കാര്യമായാലും ശരി തന്നെ, ലോകത്തിൻ്റെ കാര്യം, രാജ്യത്തിൻ്റെ കാര്യം, സംസ്ഥാനത്തിൻ്റെ കാര്യം, വീടിൻ്റെ കാര്യം എല്ലാം പ്രതീക്ഷയാണ്. ആ പ്രതീക്ഷ വിൽ നെവർ ഫെയിൽ യു. ഒരിക്കലും നിങ്ങളെ തോൽവിയിലേക്ക് വിട്ടുകൊടുക്കില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ സന്ദേശമാണ് ഈസ്റ്ററിൻ്റെ സന്ദേശം. ഉയിർപ്പുണ്ട്. അടിതെറ്റി വീണാലും ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട് നിനക്ക്. സുരേഷ് ഗോപിക്കൊപ്പം BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് ഉൾപ്പെടെയുള്ളവർ ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ ഈസ്റ്റർ ആഘോഷിച്ചു. ഉയിർപ്പിന്റെ പ്രത്യാശയിൽ നിരവധി വിശ്വാസികൾ ഈസ്റ്റർ പ്രദക്ഷിണത്തിൽ പങ്കെടുത്തു. പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും ശേഷം മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ പുതുക്കിയാണ് ക്രൈസ്തവർ ഈസ്റ്റർ ആഘോഷിച്ചത്. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു നൽകുന്ന പ്രത്യാശയും പ്രചോദനവുമാണ് ഈസ്റ്റർ. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ വിപുലമായ പരിപാടികളോടെ ഉയിർപ്പു തിരുനാൾ ആഘോഷിച്ചു. പ്രതീകാത്മകമായി ഒരുക്കിയ കല്ലറയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദൃശ്യാവിഷ്കരണവും പ്രദക്ഷിണവും ഈസ്റ്റർ മുട്ട വിതരണവും ദേവാലയത്തിൽ സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ മിഥുൻ കോമ്പാറ, ഫാദർ ടിബിൻ കോരോത്ത് എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി.
ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മാങ്കുറിശി ഭഗവതി ക്ഷേത്രത്തിൽ രണ്ടാം ഘട്ട നവീകരണ പ്രവൃത്തികൾക്ക് തുടക്കമായി. ശ്രീകോവിലിന്റെ നവീകരണ പ്രവൃത്തികളാണ് രണ്ടാം ഘട്ടത്തിൽ നടക്കുന്നത്. ഇത്രയും വലിയ തുക എങ്ങനെ കണ്ടെത്തുന്നുള്ള ഒരു ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് എല്ലാ ആളുകളും നമ്മളെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ കോടിക്ക് ഒരു വലിയ സഹായം വേണം. ഇതാണ് അദ്ദേഹം ഊന്നി പറഞ്ഞത്. തീർച്ചയായിട്ടും അത് നമ്മുടെ കൂടുതൽ രാമസ്വാമിയുടെ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതൊരു കൂട്ടായ്മയോടെ തീരുമാനിക്കേണ്ട കാര്യമാണ്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് മലബാർ ദേവസ്വം ബോർഡിന് മാത്രമായിട്ടുള്ള ഒരു ഫണ്ടല്ല. സർക്കാർ വിവിധ സമയത്ത് ശ്രീകോവിൽ നവീകരണത്തിനായി ക്ഷേത്രത്തിലെത്തിയ മരം ഉരുപ്പിടികളെ വാദ്യമേളങ്ങളുടെയും താലങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. ക്ഷേത്രതന്ത്രി പനാവൂർ മനക്കിൽ നാരായണൻ നമ്പൂതിരി, മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബിജു ചന്ദ്രശേഖരൻ, എ രാമസ്വാമി, ദണ്ഡമണി മാസ്റ്റർ, ആർ വേണുഗോപാൽ എന്നിവരും ക്ഷേത്രം ഭാരവാഹികളും ചേർന്ന് ഉരുപ്പടികൾ ഏറ്റുവാങ്ങി. നിർമ്മാണ പ്രവൃത്തികളുടെ തുടക്കവും ദീപപ്രോജ്വലനവും ക്ഷേത്രം തന്ത്രി പനാവൂർ നാരായണൻ നമ്പൂതിരി നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് ഓഫീസർ കെ രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. നവീകരണത്തിനുള്ള ധനസമാഹരണത്തിൻ്റെ ഉദ്ഘാടനം മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബിജു ചന്ദ്രശേഖരൻ നിർവഹിച്ചു. ചെയർമാൻ എ ദണ്ഡമണി മാസ്റ്റർ, എ രാമസ്വാമി, മംഗല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ഗോകുൽദാസ്, കല്ലൂർ രാമൻകുട്ടിമാരാർ, വാർഡംഗം അനുശ്രീ, പി നന്ദകുമാർ, കെ രവീന്ദ്രൻ, പി ഹരിദാസ്, അച്യുതൻകുട്ടി, ചന്ദ്രമോഹനൻ, ബാബു, കെ ഹരിദാസ് എന്നിവർ സംസാരിച്ചു. എൻ അച്യുതൻകുട്ടി സ്വാഗതവും രവീന്ദ്രൻ കൊട്ടരത്തുടി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഒറ്റപ്പാലം വരോട് ചാത്തൻകണ്ടാർകാവ് പൂരത്തോടനുബന്ധിച്ച് വരോട് ദേശത്തിൻ്റെ കാഴ്ചപ്പന്തൽ ഉയർന്നു. ബഹുനില കാഴ്ചപ്പന്തൽ സമർപ്പണം ക്ഷേത്രം മേൽശാന്തി തീയന്നൂർ പ്രമോദ് നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. വർണ്ണാഭമായ ബഹുനില പന്തലാണ് ചാത്തൻകണ്ടാർകാവ് പൂരത്തോടനുബന്ധിച്ച് വരോട് ദേശം ഒരുക്കിയിരിക്കുന്നത്. വരോട് സെൻട്രൽ ഒരുക്കിയ കാഴ്ചപ്പന്തൽ ശനിയാഴ്ച വൈകുന്നേരമാണ് കാവിലമ്മയ്ക്ക് സമർപ്പിച്ചത്. ചാത്തൻകണ്ടാർകാവ് ക്ഷേത്രം മേൽശാന്തി തീയന്നൂർ മന പ്രമോദ് നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി പന്തൽ സമർപ്പണം നിർവഹിച്ചു. ദേശകമ്മിറ്റി ഭാരവാഹികളും ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. വരോട് ദേശകമ്മിറ്റി പ്രസിഡന്റ് ഗോകുൽ നന്ദു, ട്രഷറർ സഹദേവൻ, വൈസ് പ്രസിഡന്റ് ജിനേഷ്, ജോയിന്റ് സെക്രട്ടറി രമേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് കാഴ്ചപ്പന്തൽ നിർമ്മാണം നടത്തിയത്. ഞങ്ങൾ വരോട് ചാത്തൻകണ്ടാർകാവ് പുരാകർഷ കമ്മിറ്റി വരോട് ദേശമാണ്. വരോട് പുരാകർഷ കമ്മിറ്റിയാണ് ഇത്രയും വലിയ നിലപ്പന്തലുണ്ട്. ഞങ്ങൾ തുടർച്ചയായി 3-ാം വർഷത്തിലേക്കാണ് ഞങ്ങളിത്. ഞങ്ങളെ നാട്ടുകാരെല്ലാവരും സഹായത്തോടെയാണ് ഞങ്ങൾ ഇത് ഇവിടെ തുടർന്നു കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞങ്ങൾ ഒരു വലിയൊരു കാളയും 5 തെയ്യം ഒക്കെ കാവിലെ ഭഗവതിക്കായിട്ട് സമർപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാ നാട്ടുകാർക്കും അതിൻ്റെ സന്തോഷകരം അറിയിക്കുന്നു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പ്രധാന വാർത്തകൾ വീണ്ടും. ലഹരിക്കെതിരെ കേരളം വലിയ യുദ്ധത്തിലെന്ന് മന്ത്രി എം.പി. രാജേഷ്. എക്സൈസും പോലീസും പ്രവർത്തിക്കുന്നത് യുദ്ധസന്നാഹത്തോടെ. ആവശ്യമെങ്കിൽ സിനിമാ സെറ്റുകളിൽ പരിശോധന നടത്തും. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർക്കൊപ്പം അഭിനയിക്കില്ലെന്ന വിൻസി അലോഷ്യസിന്റെ തീരുമാനം ധീരമാണെന്നും ചലച്ചിത്ര മേഖലയിൽ എല്ലാവരും ഈ നിലപാട് സ്വീകരിക്കണമെന്നും മന്ത്രി. പിന്നോക്ക വിഭാഗങ്ങളെ ഭിന്നിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാരിന്റെ ശ്രമമെന്ന് അഡ്വക്കേറ്റ് കെ ശാന്തകുമാരി MLA. മനുസ്മൃതിയെ ഭരണഘടനയുടെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കാൻ ആസൂത്രിത ശ്രമമെന്നും ആരോപണം. സനാതനം ധർമ്മമോ അധർമ്മമോ എന്ന വിഷയത്തിൽ പട്ടാമ്പിയിൽ PKS ജില്ലാ സെമിനാർ. സ്വാമി വിവേകാനന്ദന്റെ മതേതരത്വം ഉയർത്തിപ്പിടിക്കുമ്പോൾ സൂക്ഷിക്കണമെന്ന് ചരിത്ര ഗവേഷകൻ ഡോക്ടർ TS ശ്യാംകുമാർ. ഹിന്ദു ദേശീയതയുടെ വക്താവും ഉപഭോക്താവുമാണ് വിവേകാനന്ദനെന്നും ഡോക്ടർ ശ്യാംകുമാർ. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇന്ത്യൻ ദേശീയതയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ ഒറ്റപ്പാലത്ത് സെമിനാർ. പരിഷത്ത് സമ്മേളനം അടുത്ത മാസം ധോണിയിൽ. ഉയിർപ്പിന്റെ പ്രത്യാശയുമായി ഈസ്റ്റർ. ക്രൈസ്തവ ദേവാലയങ്ങളിൽ വിപുലമായ ഉയിർപ്പു തിരുനാൾ ചടങ്ങുകൾ. ഈസ്റ്റർ ദിനത്തിൽ തൃശൂരിൽ പള്ളികൾ സന്ദർശിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. അടിതെറ്റി വീണാലും നിനക്ക് ഉയിർപ്പുണ്ടെന്നതിൻ്റെ സന്ദേശമാണ് ഈസ്റ്റർ നൽകുന്നതെന്ന് സുരേഷ് ഗോപി.
ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.